നെക്സ്റ്റ് ടോപ്പിക്ക് എക്സാമ്പിൾസ് ഫോർ വാല്യൂ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമുക്ക് വാല്യൂ എഡ്യൂക്കേഷനിൽ 5th ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് പറയുന്നത് റോൾ ഓഫ് പാരൻസ്. അതിൽ സെക്കൻഡ് പാർട്ടാണിത്. എക്സാമ്പിൾസ് ഓഫ് വാല്യൂ ഡെവലപ്മെൻ്റ് ആണ്. വാല്യൂ ഡെവലപ്മെൻറ്റിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്കൂളുകളും അതേപോലെ തന്നെ പാരൻസും എന്ത് ചെയ്യണം, കുട്ടികളിൽ വാല്യൂസ് റീഇൻഫോഴ്സ് ചെയ്യണം. അവർ ശക്തിപ്പെടുത്തണം അവരുടെ വാല്യൂസ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് റീഇൻഫോഴ്സ് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ദർ ആർ സം സജഷൻസ് ദാറ്റ് കുഡ് ബി ഇൻകോർപ്പറേറ്റഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ നാച്ചർ ഓഫ് ദ സ്കൂൾ പോപ്പുലേഷൻ. സോ സം എക്സാമ്പിൾസ് ഫോർ വാല്യൂ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വർക്ക് എത്തിക്സ്. This word implies the correlated values of commitment, punctuality, fairness, sincerity, sharing, helping, independence, responsibility, humanity and pride. ഇതാണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് വർക്ക് എത്തിക്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? കമ്മിറ്റ്മെൻറ്റ്, അല്ലെ, ഉത്തരവാദിത്വം. നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം എല്ലാ കാര്യത്തിനും. പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം, ഫെയർനെസ്, സിൻസിയറിറ്റി, ഷെയറിങ്, ഹെൽപ്പിംഗ്, ഇങ്ങനെ വാല്യൂസൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം വർക്ക് റിലേറ്റഡ് ആയിട്ട്. സോ പാരൻറ്റ് കുഡ് ബി ആസ്ക്ഡ് ടു ഹെൽപ്പ് ബൈ സീയിങ് ദാറ്റ് വർക്ക് സെറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓൺ ടൈം. സോ എപ്പോഴും നമ്മൾ കുട്ടികളോട് ചോദിക്കണം, എന്താണ്, പാരൻസ് കുഡ് ബി ആസ്ക്ഡ് ടു ഹെൽപ്പ് ബൈ സീയിങ് ദാറ്റ് വർക്ക് ഈസ് സെറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓൺ, വർക്ക്സ് എല്ലാം കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ആയോ, വർക്ക് സെറ്റ് ഈസ് ഡൺ ആസ് ഫെയർ ആസ് പോസിബിൾ ഇൻഡിപെൻഡൻ്റ്ലി, സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടോ. The child develops his own responsibility for completing the work set. കുട്ടികളിൽ എന്ത് ഡെവലപ്പ് ചെയ്യണം? ഉത്തരവാദിത്തം. സോ അവരുടെ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യുക. എ സെൻസ് ഓഫ് പ്രൈഡ് ഈസ് ക്രിയേറ്റിംഗ് ബൈ ലേയിങ് എംഫസിസ് ഓൺ ദ വർക്ക് ഡൺ ഓൺ നീറ്റ്നെസ്, ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഇന്നോവേറ്റീവ്നെസ്. അപ്പോൾ ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുട്ടികളിൽ ഫീലിംഗ് പ്രൈഡ്, അവർക്ക് സ്വയം അഭിമാനം തോന്നണം. സോ അത് നീറ്റ്നെസ് ആയിരിക്കാം, ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വയം അഭിമാനം ഫീൽ ചെയ്യും. ദ ചൈൽഡ് ഈസ് എൻകറേജ് ടു ഷെയർ ഹിസ് നോളേജ് വിത്ത് അതേഴ്സ്. കുട്ടികളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. ദ ചൈൽഡ് ഈസ് taught to see that actions do have consequences and that they have to be forborne however painful they may be. പിന്നെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം? ആക്ഷൻസ് ഹാവ് കോൺസിക്വൻസസ്. ഓരോ ആക്ഷനും എന്തുണ്ടായിരിക്കും? കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ വളരെ പെയിൻഫുൾ ആയിരിക്കാം, പക്ഷെ അങ്ങനെ നമുക്ക് പല ആക്ഷനും നമുക്ക് എന്തുണ്ടായിരിക്കും, ഓരോരോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ചിലപ്പോൾ അതിന് കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വൈൽ ഓഫറിങ് ദ ഹെൽപ്പ്, ദ ചൈൽഡ് ഈസ് സ്റ്റിൽ ഗിവൺ ഇൻഡിപെൻഡൻസ് ടു ചൂസ് ഓർ റിജക്റ്റ് ദ ഹെൽപ്പ്. നമ്മൾ ഹെൽപ്പ് ഓഫർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം, അത് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത്. This helps the children to understand that the parent and it she or he has the right to control the situation and make an important decision about his or own needs. അപ്പോൾ കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് മനസ്സിലാവും? പാരൻസിന് അവകാശമുണ്ട്, കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം പാരൻസിനുണ്ട്. അതേപോലെ തന്നെ പല സിറ്റുവേഷനിലും അവരുടെ സ്വന്തം പ്രവൃത്തികളും അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാനും കുട്ടികൾക്ക് സാധിക്കും. Children understand the importance of commitments and obligation at this affect others as well as themselves. അതേപോലെ കുട്ടികൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എന്തൊക്കെയാണ് കമ്മിറ്റ്മെൻറ്റ്, എന്താണ്, അതേപോലെ തന്നെ ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തം എന്തൊക്കെയാണ്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നു, നമുക്ക് സ്വയം എങ്ങനെ എന്തൊക്കെ എഫക്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ഓണസ്റ്റിയാണ്. In order to foster this value, it is needed that parents are role models or examples of the values. Parents ആയിരിക്കണം കുട്ടികളുടെ റോൾ മോഡൽസ് ആവേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓണസ്റ്റി, സത്യസന്ധതയിൽ എപ്പോഴും ആരായിരിക്കണം റോൾ മോഡൽസ്? പാരൻസ് ആയിരിക്കണം.
ഓണസ്റ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദെയർ സ്പീച്ച് ആൻഡ് ഡീഡ്. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും, പാരൻസിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എന്തുണ്ടായിരിക്കണം? ഓണസ്റ്റി ഉണ്ടായിരിക്കണം. ദിസ് ഇംപ്ലൈസ് ബീങ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ സ്ട്രെയിറ്റ് ഫോർവേഡ് മാനർ വിത്ത് ദ ചൈൽഡ്. അത് കുട്ടികൾക്ക് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. നെവർ അഡ്മിയർ അപ്രീഷിയേറ്റ് ഡിസോണസ്റ്റ് ഡീഡ്സ്, അമേസിങ് ഓഫ് വെൽത്ത് ബൈ ഡിസോണസ്റ്റ് മീൻസ്. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും ഡിസോണസ്റ്റ് ആയിട്ടുള്ള പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് വെൽത്ത്, പൈസ, സമ്പത്ത് ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല. The evils of a materialistic society, bribery, show of wealth, admiration of wealth, etc. are identified as not being right. പിന്നെ കുട്ടികൾക്ക് ഈവിൾസ്, മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലെ ചില ഈവിൾസ് ആണ് എന്ത്? ബ്രൈബറി, അല്ലേ? ബ്രൈബറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആൾക്കാർക്ക് ബ്രൈബ് കൊടുക്കുക എന്ന് പറയും, കൈക്കൂലി. അതേപോലെ തന്നെ നമുക്ക് സ്വത്തുണ്ടെന്ന് കാണിക്കുക, ഷോ ഓഫ് ചെയ്യുക, പൈസ കുറേ ഉണ്ട് എന്നുള്ള ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നത്. അതേപോലെ വെൽത്തിന് അഡ്മിറേഷൻ നടത്തുക, വെൽത്ത്, സമ്പത്താണ് പ്രധാനം എന്നുള്ളത് പറയും. സോ ഇതൊന്നും ശരിയല്ല എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. They never indulge in a dishonest deed, example bringing home stationery from the office or any other property belonging to others. അവർക്ക് ഒരിക്കലും ഡിസോണസ്റ്റ് ഡീലിൽ കുട്ടികൾ ഒരിക്കലും എൻഗേജ് ആവാൻ പാടില്ല. ഒരിക്കലും മറ്റുള്ള കുട്ടികളുടെ പെന്ന്, പെൻസിൽ, ഇങ്ങനത്തെ സംഭവങ്ങൾ കുട്ടികൾ എടുത്ത് കൊണ്ടുവരിക, ഓഫീസിൽ നിന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. Children understood that nothing breaks down human relationship faster and impedes communications more than disregard for truth. ഇനി കുട്ടികൾക്ക് എപ്പോഴും എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എപ്പോഴും പെട്ടെന്ന് നഷ്ടപ്പെടില്ല. ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. സത്യസന്ധമാണെങ്കിൽ എപ്പോഴും ട്രൂത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, സത്യസന്ധതയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ചിൽഡ്രൻ നെവർ വയലേറ്റ് ദ ട്രൂത്ത് ടു കവർ അപ്പ് മിസ്റ്റേക്ക് ഓർ ഡൂയിങ്. ഒരിക്കലും കുട്ടികൾ സത്യം കവറപ്പ് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്ക് കവറപ്പ് ചെയ്യാൻ പാടില്ല. എപ്പോഴും അവർ സത്യം പറയണം, മിസ്റ്റേക്സ് കവറപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ട്രൂത്ത് ക്യാൻ ബി എൻകറേജ്, അല്ലേ? നമുക്ക് ട്രൂത്ത് എപ്പോഴും എൻകറേജ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻറ്റ് സീ ദാറ്റ് ദ ഫെയിലിയർ ഓഫ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് rather than measure of their worth as human. ഫെയിലിയർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഈസ് ഗ്രോത്ത്. നമുക്കൊരു ഫെയിലിയർ സംഭവിച്ചാൽ അത് ഗ്രോത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ട്രൂത്ത്ഫുൾനെസ്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ട്രൂത്ത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. പാരൻസ് ഷോയിങ് റെസ്പെക്ട് ഫോർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, റെസ്പെക്റ്റിംഗ് ദ ഡൊമസ്റ്റിക് ഹെൽപ്പ് ആൻഡ് at home and other people who provide support, example the gardener, driver, office peon, etc. And by projecting each one of them as an expert in his or her own area of work and encouraging the child to interact. പാരൻസ് എപ്പോഴും എന്ത് ചെയ്യണം? ഷോയിങ് റെസ്പെക്റ്റ്, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും റെസ്പെക്റ്റ് കൊടുക്കണം. അതേപോലെ തന്നെ അവരെ ഡൊമസ്റ്റിക് ഹെൽപ്പ് ചെയ്യുന്നവർക്ക് വീട്ടിൽ, അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ പണിക്കാരായാലും അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ പ്രൊജക്റ്റിംഗ് ഈച്ച് വൺ ഓഫ് ഹിസ് എൻ എക്സ്പേർട്ട് ഇൻ ഹിസ് ഓർ ഹേൺ, അതായത് ഇവരൊക്കെ അവർ താഴ്ന്ന ലെവലല്ല, ഇവരെല്ലാം അവരുടേതായ ജോലികളിൽ എക്സ്പേർട്ടാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് സാമൂഹ്യ നീതി. Sensitizing children to the problem faced by less able members of the society by taking them on visits to the blind school, spastics home, encouraging children to help work and interact with each group. പിന്നെ കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ മറ്റ് പ്രശ്നമുള്ളവരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ് സ്കൂൾ, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുട്ടികളെ വിസിറ്റ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. എൻകറേജ് ചിൽഡ്രൻ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം.
ഫൈറ്റ് അഗെയിൻസ്റ്റ് എൻ ഇൻജസ്റ്റിസ് എക്കണോമിക് ഓർ റിലീജിയസ്, എന്തെങ്കിലും ഇൻജസ്റ്റിസ് ആയിട്ട് റിലീജിയസ് ആയിട്ടോ എക്കണോമിക് ആയിട്ടോ ഇൻജസ്റ്റിസ് ആയിട്ട് കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. വളണ്ടിയറിങ് ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ സ്കൂൾ, കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അതിനെ സഹായിക്കണം. ദ പാരൻസ് ദസ് ഷോ ടു ദ ചൈൽഡ് ദാറ്റ് നോട്ട് ഓൺലി ആർ സ്കൂൾസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ദാറ്റ് വളണ്ടിയറിസം ഈസ് ആൾസോ എൻ ഒബ്ലിഗേഷൻ ഫോർ റെസ്പോൺസിബിൾ അഡൾട്ട്സ്. അപ്പോൾ സ്കൂൾ ഇമ്പോർട്ടൻ്റ് മാത്രമല്ല, വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ജെൻഡർ ഇഷ്യൂസ്, അപ്പം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ബോയ്സ് ഗേൾസിനെ വേറെ രീതിയിൽ കാണുന്ന സൊസൈറ്റികളൊക്കെ ഉണ്ട്. മീൻസ് ഫാമിലിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഈക്വലായിട്ട് ആൺകുട്ടീനെയും പെൺകുട്ടീനെയും ഈക്വലായിട്ട് തന്നെ കാണണം. The child must be brought up to accept the responsibilities are shared and divided in the basis of not, അതായത് എപ്പോഴും കുട്ടികൾ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യിക്കണം. നോട്ട് ഡിവൈഡഡ് ഓൺ ദ ജെൻഡർ, ആൺകുട്ടി പെൺകുട്ടി എന്ന രീതിയിലല്ല, വീട്ടിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാരൻസ് മസ്റ്റ് നോട്ട് ഡിഫറൻഷ്യേറ്റ് ചിൽഡ്രൻ, നമ്മൾ കുട്ടികളെ വീട്ടിൽ ജെൻഡർ ബേസിസിൽ ഒരിക്കലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. അത് കുട്ടികളിൽ പിന്നീട് ഫ്യൂച്ചറിൽ ഒരുപാട് അത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രൊജക്റ്റുകൾ, ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസിനുള്ള പ്രൊജക്റ്റ് പറയുന്നുണ്ട്. വർക്ക് ഓൺ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഫോർ സോൾവിങ് കമ്മ്യൂണിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ കൊണ്ടുവരിക. ഓരോ പ്രോബ്ലത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി സിഗ്നേച്ചർ ക്യാമ്പയിൻ കൊണ്ടുവരിക, ഒപ്പിടുക അല്ലേ, അതിനെതിരെ പ്രതികരിക്കാൻ. കമ്പനി ചിൽഡ്രൻ ഓൺ ക്യാമ്പ് ആൻഡ് ട്രെക്സ്, കുട്ടികളെ ക്യാമ്പുകൾ ട്രക്കിങ്ങിലൊക്കെ കൊണ്ടുപോവുക. വർക്ക് വിത്ത് സ്റ്റുഡൻസ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിറ്റി, ഇൻ്റർവ്യൂയിങ് ഓൾഡർ പീപ്പിൾ and the society community, doing photo study etc. help the school start a paper recycling center. പിന്നെ കുട്ടികളായിട്ട് നമുക്ക് വേറെ പ്രോജക്റ്റുകൾ കൊടുക്കാം. വയസ്സായ ആൾക്കാരായിട്ട് സമൂഹത്തിലെ ഓൾഡ് ഏജ് ആയ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഫോട്ടോ സ്റ്റഡി നടത്താനും, അതേപോലെ തന്നെ പേപ്പർ റീസൈക്ലിംഗ് സെൻറ്റർ സ്കൂളിൽ തുടങ്ങാം. ഓർഗനൈസ് ആഫ്റ്റർ സ്കൂൾ റിക്രിയേഷൻ പ്രോഗ്രാം, സ്കൂളിന് ശേഷമുള്ള റിക്രിയേഷൻ പ്രോഗ്രാം കൊണ്ടുവരിക. കുട്ടികൾക്ക് എന്തെങ്കിലും റിക്രിയേഷൻ, അവർക്ക് എൻ്റർടൈൻമെൻറ്റിനൊക്കെ. ഓർഗനൈസ് വാല്യൂ ക്ലാരിഫിക്കേഷൻ വർക്ക്ഷോപ്പ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, വാല്യൂസ് എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്താം. റൺ മൺഡേ വർക്ക്ഷോപ്പ് സ്റ്റുഡൻസ് ഓൺ എൻവിയോൺമെൻറ്റൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പ് നടത്തുക. ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഈസ്തെറ്റിക് വാല്യൂസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് സ്കൂൾ ബ്യൂട്ടിഫിക്കേഷൻ, അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടികൾക്ക് ഓരോ വർക്ക് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഒരുപാട് ലെക്ചേഴ്സ് കൊടുക്കുക പാരൻസിനും അതേപോലെ എല്ലാവർക്കും നമ്മൾ ഓരോരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻസ് ഒരു ക്രിയേറ്റിംഗ് വാല്യൂ ഓറിയൻറ്റഡ് എൻവിയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. വാല്യൂ ഓറിയൻറ്റഡ് എൻവിയോൺമെൻറ്റ്, പാരൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് വാല്യൂ. നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുള്ള എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വാല്യൂ ഓറിയൻറ്റഡ് ആയിരിക്കണം. അതൊരു ഈസി അല്ല. ഈച്ച് മെമ്പർ ഓഫ് ദി ഫാമിലി ഹാസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി വെൽ. ഓരോ മെമ്പേഴ്സും, ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സും അവരുടെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യണം. There is not a unique way to perform these tasks. There are different opinions of, അങ്ങനെ ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടായിരിക്കും. സോ എന്നാലും നമ്മൾ കുട്ടികളുടെ നല്ല വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവിയോൺമെൻറ്റ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യണം. ഓരോ മെമ്പേഴ്സിനും, ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും എന്തുണ്ട്? ഒരു പൊസിഷനുണ്ട്. അത് അവരുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന പൊസിഷനാണ് അല്ലേ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നമുക്ക് അച്ഛനുമായി ബന്ധപ്പെട്ട്, മകനുമായി ബന്ധപ്പെട്ട്, അമ്മയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെ വരാം. ഫാദർ, മദർ, സൺ, ഡോട്ടർ,
ബ്രദർ, സിസ്റ്റർ, ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ദ ഇൻറ്ററാക്ഷൻ വിത്ത് ഈച്ച് അതർ ഇൻ ഡേ ടു ഡേ വർക്കിംഗ് ഡിറ്റർമിൻസ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഒരു ദിവസം ആ വീട്ടിലുള്ളവർ സംസാരിക്കുന്നതാണ് ആ വീട്ടിലത്തെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റത്തിൽ. സോ നമ്മുടെ ക്വാളിറ്റി അത് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും എഫക്റ്റ് ചെയ്യും, നമ്മളുടെ റിലേഷൻഷിപ്പിനും അവർ വരുന്ന സംസാരം ഒക്കെ. The attitude towards life is reflected in the day-to-day functioning of the family members. So, നമ്മുടെ ജീവിതത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി, റൈറ്റ് ഓർ റോങ് ഡിറ്റർമിൻ ഓൺ ദ സ്പേസസ്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മളുടെ ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻ്ററാക്ഷൻ എന്നാണ് മനസ്സിലാക്കുക കുട്ടികളൊക്കെ. എപ്പോഴും ഷെയറിങ്, കെയറിങ്, ബിലീവിങ് ഓൾ ഗെറ്റ് എഫക്റ്റഡ് ബൈ ദ ആറ്റിറ്റ്യൂഡ്. സോ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഷെയറിങ്, കെയറിങ്, ഇതൊക്കെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഷെയറിങ്, കെയറിങ് ഒക്കെ. The relationship among different family members get influenced through love-hate feelings. ലവ്-ഹേറ്റ് ഫീലിങ്സ് ഒക്കെ വരുന്നത് ഈ ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണ്. കുട്ടികൾക്ക് അങ്ങനത്തെ ഫീലിങ്സ്. ദ പാരൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് എ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ആര് റെസ്പോൺസിബിൾ ആണ്? പാരൻസ് റെസ്പോൺസിബിൾ ആണ്. പിന്നെ പലപ്പോഴും സീനിയർ മെമ്പേഴ്സാണ് പല റൂൾസും സെറ്റ് ചെയ്യാറ് ഒരു ഫാമിലിയിൽ. അത് അവിടുത്തെ കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷനാണ്, അതിൻ്റെ ബേസിലാണ് റൂൾസ് സെറ്റ് ചെയ്യുന്നത്. സോ അവരെന്ത് ചെയ്യണം? ഇതൊക്കെ യങ് മെമ്പേഴ്സ് അത് ഒബ്സർവ് ചെയ്യും റൂൾസൊക്കെ. അവരത് ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. അവർ ആ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതിന് സീരിയസ് ആയിട്ട് അത് കാണും, അവർക്കെതിരെ ആക്ഷൻ എടുക്കും. സോ അങ്ങനെ നമുക്ക് കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻവിയോൺമെൻറ്റ്. സോ അത് ഒബ്സർവ് ചെയ്തിട്ടാണ് കുട്ടികളെല്ലാം പഠിക്കുന്നത്. നോ യുവർ വാർഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടീനെ അറിയണം. ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ സ്വഭാവമാണ്. ഹാവ് യു എവർ വണ്ടേർഡ് ഹൗ മെനി ടൈപ്സ് ഓഫ് ചിൽഡ്രൻസ് ദർ? എത്ര തരത്തിലുള്ള കുട്ടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ദർ ആർ അമേസിംഗ്ലി ഡൈവേഴ്സിറ്റി അമംഗ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിലെ കുട്ടികൾക്ക് ഒരുപാട് തരത്തിലുള്ള കുട്ടികൾ വരുന്നുണ്ട്. They are not only different in age but also in color and height. അല്ലേ? അപ്പം ഒരു കുടുംബത്തിൽ തന്നെ കുട്ടികൾ പല തരത്തിലായിരിക്കും, ഏജ്, ഹൈറ്റ്, അങ്ങനെ. There are also different in their likes and dislikes. One may like white clothes, one may like red clothes. അങ്ങനെ കുട്ടികളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലർക്ക് പൊട്ടാറ്റോ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ബ്രെഡ് ഇഷ്ടമായിരിക്കും. കുട്ടികളുടെ ടേസ്റ്റിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരും അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടേതായ രീതിയിലായിരിക്കും. എ ചൈൽഡ് ഈസ് കീൻ ഒബ്സർവർ ഓഫ് ദ ബിഹേവിയർ ഓഫ് ഫാദർ ആൻഡ് മദർ ഇൻ ഡേ ടു ഡേ ഇൻസിഡൻറ്റ്. ചെറിയൊരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടി ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് അച്ഛനെയും അമ്മേനെയാണ്. അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവരുടെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ചൈൽഡ് വിൽ ഹെൽപ്പ് ദ പാരൻസ് ടു മോൾഡ് ഹിസ് ഓർ ഹെർ ബിഹേവിയർ. നമ്മൾ കുട്ടീനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിയുടെ പെരുമാറ്റം അത് നമുക്ക് മോൾഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. റോൾ ഓഫ് പാരൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. എ ചൈൽഡ് ഈസ് ബോൺ ടു ഫാമിലി ആൻഡ് ദ പാരൻസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻ ഹിസ് ലൈഫ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കുട്ടി ജനിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. അപ്പോൾ പാരൻസ് ആണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ. അപ്പോൾ അവർക്കാണ് ഏറ്റവും കുട്ടികളെ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട റോളുള്ളത് പാരൻസിനാണ്. അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിനൊരുപാട് സമയം വേണം, ക്ഷമ വേണം, സാക്രിഫൈസ് പാരൻസിന് വേണം. കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പാരൻസ് എന്ന് പറയുന്നത് റോൾ മോഡലാണ് ചിൽഡ്രൻസിൻ്റെ.
There are no problems children's but only problem parents. ഒരിക്കലും പ്രോബ്ലം കുട്ടികൾ അല്ല പ്രശ്നക്കാർ, പാരൻസിനാണ് പ്രശ്നം പലപ്പോഴും പറയാറുണ്ട്. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അവരെ അവഗണിക്കുകയാണെങ്കിൽ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്നേഹം പരിഗണനയും കൊടുത്തില്ല എങ്കിൽ, അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എന്താവില്ല, അവർക്ക് ഹെൽത്തി അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയാവാൻ സാധിക്കില്ല. സോ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പാരൻസ് എപ്പോഴും എന്ത് ചെയ്യണം, സ്ട്രോങ് ബോണ്ട്, സ്നേഹം, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം കുട്ടികൾക്ക് നൽകണം. ചെറുപ്പം മുതൽ തന്നെ അവരുമായിട്ട് നല്ലൊരു സ്നേഹം, ഒരു ബോണ്ടിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പൈസയുടെ രീതിയിലല്ല പാരൻസിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. വാല്യൂ ചെയ്യേണ്ടത് ഒരിക്കലും മണി വാല്യൂ ചെയ്യാൻ പാടില്ല. എപ്പോഴും നല്ല സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ ഉള്ള കുട്ടികൾ എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്ന പറയുന്നത്. സോ ഫാമിലി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കാണ് ഒരു വാല്യൂ ബേസ്ഡ് സൊസൈറ്റിയിൽ. ഇനി പാരൻസിനുള്ള ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. ആൾവേസ് റിമെമ്പർ ദാറ്റ് യു ആർ ദ റോൾ മോഡൽ ഫോർ യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടിയുടെ റോൾ മോഡൽ നിങ്ങളാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡു നോട്ട് ഡു എനിത്തിങ് വിച്ച് യു ഡോണ്ട് വാണ്ട് ടു യുവർ ചൈൽഡ് ടു എമുലേറ്റ്. നിങ്ങളുടെ കുട്ടി ഒരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫാദർ ആൻഡ് മദർ ഷുഡ് സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്. അവരെപ്പോഴും ഒരേ രീതിയിൽ ഭാഷ സംസാരിക്കണം. അവരെപ്പോഴും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കണം. അവരെപ്പോഴും കുട്ടികളുടെ മുന്നിൽ എപ്പോഴും ഒരു സിമ്പിൾ റൂൾ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. Parents should be consistent in the observance of rule. It is very confusing for a child to be allowed to do something and the parents are in good mood and punished for doing something when another day when the parents are not in bad mood. കുട്ടീനെ ഒരിക്കലും കൺഫ്യൂഷൻ ആക്കരുത്. നമ്മളെപ്പോഴും നല്ല മൂഡിലിരിക്കുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ കുട്ടീനെ എന്ത് ചെയ്യാണ്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കും നമ്മൾ നല്ല മൂഡിലാണെങ്കിൽ. പിന്നെ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കില്ല, അവരെ പണിഷ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെല്ലായ്പ്പോഴും വാല്യൂസ് ഒരേ രീതിയിലായിരിക്കണം. സ്പെൻഡ് ആസ് മച്ച് as ടൈം വിത്ത് യുവർ ചിൽഡ്രൻ as you possibly can. Plan to go out on picnic and family outings or on holidays when you can play games with them. നമ്മൾ കൂടുതൽ സമയം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം പറ്റുമെങ്കിൽ അത്രത്തോളം. അതേപോലെ അവർ പിക്നിക്കിന് പോവുക, അതേപോലെ കുടുംബമായിട്ട് ഔട്ടിങ്സിന് പോവുക, ഹോളിഡേയ്സിന് പോവുക, അങ്ങനെയൊക്കെ ചെയ്ത് ഗെയിം കളിക്കുക. അങ്ങനെ കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. കുട്ടികളെപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓർ ഹെർ സ്പെഷ്യൽ നീഡ്സ്. അവരുടെ സ്പെഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ അവരെപ്പോഴും കോൺഫിഡൻറ്റോടു കൂടി അവരോട് സംസാരിക്കുക. ഈച്ച് ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് വുഡ് ബി ഹാൻഡിൽഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓരോ കുട്ടിയും വ്യത്യസ്തമായിരിക്കും. അവരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഡു നോട്ട് കമ്പയർ യുവർ ചിൽഡ്രൻ. ഒരിക്കലും കുട്ടികളെ നമ്മൾ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് pray together with your children and observe national and other festivals in order to make children aware of their own culture and national heritage. എപ്പോഴും നമ്മൾ കുട്ടികളെ പ്രേ ടുഗദർ, കുട്ടികളുടെ കൂടെ ഒപ്പം നമ്മൾ പ്രേ ചെയ്യുക. അതേപോലെ തന്നെ ഒബ്സർവ് നാഷണൽ ആൻഡ് അതർ ഫെസ്റ്റിവൽസ്, നമ്മുടെ ഫെസ്റ്റിവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. കുട്ടികൾക്ക് നമ്മുടെ കൾച്ചർ, നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഹെൽപ്പ് യുവർ ചിൽഡ്രൻ ടു ഡെവലപ്പ് സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ശരി എന്താ തെറ്റെന്താന്നുള്ളതൊക്കെ കുട്ടികൾക്ക്
അതിൽ വേർതിരിവ് മനസ്സിലാക്കി കൊടുക്കുക, വാല്യൂസ് ജഡ്ജ് ചെയ്യാൻ സഹായിക്കുക. പിന്നെന്താണ്, ഗൈഡ് യുവർ ചിൽഡ്രൻ ടു ഹാവ് ബാലൻസ്ഡ് ഷെഡ്യൂൾ ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. ഡേ ടു ഡേ ലൈഫിലൊരു ബാലൻസ്ഡ് ഷെഡ്യൂള് ചെയ്യാൻ സഹായിക്കുക. ടൈം അലോട്ടഡ് ഫോർ സ്റ്റഡി, പഠിക്കാൻ അവർക്ക് ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കളിക്കാനുള്ള സമയം, ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. പെർമിറ്റ് യുവർ ചിൽഡ്രൻ ടു വാച്ച് ഓൺലി ഹോൾസം പ്രോഗ്രാംസ് ഓൺ ദ TV ആൻഡ് വീഡിയോ. പിന്നെ ചില പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കുട്ടികൾക്ക് പ്രോഗ്രാംസ് കാണാനും വീഡിയോസ് കാണാനും ഒക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ്, നല്ല പ്രോഗ്രാംസ് മാത്രം കാണാൻ അനുവദിക്കുക. ചില സ്യൂട്ടബിൾ ബുക്സ് കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, വായിക്കാൻ വേണ്ടിയിട്ട് അത് എൻകറേജ് ചെയ്യുക. പിന്നെ encourage them to remain in touch with the important national and international events. അവർ വളർന്നതിനനുസരിച്ച് നാഷണൽ ഈവൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഈവൻറ്റ്സ് ഇതൊക്കെ അറിയാം, എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ട്രെയിൻ ദം ടു ഷെയർ ഹൗസ് ഹോൾഡ് ക്രോസ് ആൻഡ് അലോട്ട് ദം സ്പെഷ്യൽ ഡ്യൂട്ടീസ്. വീട്ടിലെ പണികളൊക്കെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, സ്പെഷ്യൽ ഡ്യൂട്ടീസ് കൊടുക്കാം അവർ വളരുന്നതിനനുസരിച്ചിട്ട്. Do not try to put pressure on your children to fulfill your own personal unfulfillment ambitions. നമ്മളുടെ അംബീഷൻസ്, അതായത് പാരൻസിന് ചില അംബീഷൻസ് ഉണ്ടായിരിക്കും, അൺഫുൾഫിൽഡ് അംബീഷൻ. അതൊരിക്കലും കുട്ടികളുടെ മേലെ പ്രഷർ ചെയ്യാൻ പാടില്ല. അത് കുട്ടികളിലൂടെ നേടിയെടുക്കുക എന്ന് ചില പാരൻസിന് ഉണ്ടായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. യുവർ എക്സ്പെക്റ്റേഷൻസ് ഫ്രം യുവർ ചിൽഡ്രൻ ഷുഡ് ബി കോമ്പൻസറേറ്റ് വിത്ത് ദ എബിലിറ്റി. നമ്മുടെ എക്സ്പെക്റ്റേഷൻ, കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല. പിന്നെ കുട്ടികൾക്ക് അവരുടെ കരിയറൊക്കെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് അതിനാവശ്യമായ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓരോ പ്രൊഫഷൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് അവരിൽ ഒരു കണ്ണുണ്ടായിരിക്കണം അവരുടെ ഫ്രണ്ട്സ് ഹാബിറ്റ്സിലൊക്കെ. പിയർ ഗ്രൂപ്പ്സ്, പ്രഷർ, അതൊക്കെ പലപ്പോഴും തെറ്റായ രീതിയിൽ അവർ പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ഡ്രഗ്സ്, ആൽക്കഹോളിലൊക്കെ വരാതിരിക്കാൻ അവരെ ചെറുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകെട്ട് എന്താണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ അഡൾട്ടായിട്ട് വരുമ്പോൾ അവരുടെ ഒരു ലെറ്റ് ഗോ എന്ന് പറയുന്നൊരു ഇത് വരും അവരുടെ മനസ്സിൽ. ആൻഡ് ഗ്രാജുവലി റിലീസ് യുവർ ഹോൾഡ് ഓൺ ദം. പലപ്പോഴും നമുക്ക് അവരുടെ ഒരു ഇത് നഷ്ടപ്പെടാം. ലെറ്റ് ദം ടേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് ബട്ട് ബി അവൈലബിൾ ടു ഹെൽപ്പ് ആസ്ക് ഫോർ. നമുക്ക് അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അവരെ വിടാം, പക്ഷേ അവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിരിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വരുമ്പോൾ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. യുവർ റോൾ നൗ ഷുഡ് ബി ദാറ്റ് ഓഫ് എ ഫ്രണ്ട് ആൻഡ് കൗൺസിലർ. നമ്മളുടെ റോൾ ഈ ഒരു പ്രായത്തിൽ എന്തായിരിക്കും? അഡൾട്ടിൽ നമ്മളൊരു ആരായിരിക്കും? ഫ്രണ്ടായിരിക്കും, ഒരു കൗൺസിലറായിരിക്കും. ആസ് ദ അപ്രോപ്രിയേറ്റ് ടൈം അലോ ഹിം ഓർ ഹർ ടു ചൂസ് ഹിസ് ഓർ ലൈഫ് പാർട്ട്ണർ. അതേപോലെ തന്നെ അവർക്കൊരു സമയം കൊടുക്കണം, അവർക്കൊരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ. ബട്ട് ഹി റെഡി ടു ഡിസ്കസ് ദ അഡ്വൈസ് ഇഫ് സോട്ട് ബൈ യുവർ സൺ ഓർ ഡോട്ടർ. അതേപോലെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവണം, അവരെ അഡ്വൈസ് ചെയ്യാനും നിങ്ങൾ തയ്യാറാവണം, നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ. സോ ദ റോൾ ഓഫ് പാരൻസ് ഈസ് ഇൻഡീഡ് ഡിഫിക്കൾട്ട്. പാരൻസിൻ്റെ റോൾ ഡിഫിക്കൾട്ടാണ്. ബട്ട് ദിസ് ഫാസ്റ്റ് ചേഞ്ചിങ് ടൈം, ബട്ട് പാരൻസ് ഷുഡ് ബി നോട്ട് ലോസ് ഹേർട്ട്, ലവ്, കൺസേൺ ആൻഡ് സാക്രിഫൈസ് വെരി സക്സസ്ഫുള്ളി ബ്രിഡ്ജ് ദ ജനറേഷൻ ഗ്യാപ്പ്. സോ നമുക്ക് പാരൻസിൻ്റെ റോള് ഭയങ്കര, അപ്പോൾ അതൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അത് ബ്രിഡ്ജ് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കണം. നമുക്ക് ഈ പറയുന്ന സക്സസ് ആയിട്ട് ലവ്, കൺസേൺ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടാതെ അതൊക്കെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട റോള് പാരൻസിനുള്ളത്. പിന്നെ കമ്മ്യൂണിറ്റി, സമൂഹത്തിനും പ്രധാനപ്പെട്ട റോള് വരുന്നുണ്ട്. കുട്ടികളുടെ ഇതിലെ സമൂഹത്തിൻ്റെ റോള് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ പാരൻസിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് പഠിക്കണം. റോൾ ഓഫ് കമ്മ്യൂണിറ്റിയാണ് ലാസ്റ്റ് ടോപ്പിക്കാണ്. ചിൽഡ്രൻ ആർ ആൾസോ അവരുടെ ഫ്രണ്ട്സ്, അതായത് പാരൻസ് മാത്രമല്ല കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഫാമിലിയിൽ നിന്ന് മാത്രമല്ല കമ്മ്യൂണിറ്റിയും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സ്, നൈബേഴ്സ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രോബ്ലം, വാല്യൂസിലെ പ്രോബ്ലം പലപ്പോഴും പല രീതിയിൽ വരാം. കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്കിത് ചിലപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി
Effective organization of the community level activeness. Effective organization of the community level activities can be done at the local level with the involvement of colony-wise residential welfare association, meetings organized by the respective colony community centers by religious community, Lions and Rotary. So നമുക്ക് കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ, ഓരോ റെസിഡൻഷ്യൽ ഏരിയാസിലും അവിടെ അസോസിയേഷനാണ്. സോ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. Lot of talents is available in each colony in form of citizens who have lot of expertise and time in their hands as compared to the young adults who have to rush to work and raise their families. ഇപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റിയിലാവുമ്പോൾ അവിടെ സമയമുള്ള ആൾക്കാരുണ്ടാവും, കഴിവും ടൈമും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് സമയം ഉണ്ടായിരിക്കും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, പക്ഷേ പല കമ്മ്യൂണിറ്റിയിലും ടൈമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി ലീഡ് ചെയ്യും. റിട്ടയർഡായ ആൾക്കാരൊക്കെയാണ് ഇതിലൊക്കെ, അവർക്കൊക്കെ ടൈം ഉണ്ടായിരിക്കും സോഷ്യൽ സർവീസ് ചെയ്യാനും ഒക്കെ. സോ അവരാണ് കമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട റോള് ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ചെറിയ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യാം, ഗൈഡ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഓരോ ഗെയിമുകളും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുക, ഹെൽത്ത്, ഹൈജീൻ, സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവെയർനെസ് നടത്തുക, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന ക്ലബ്ബുകൾക്കും ഓർഗനൈസേഷൻസിനൊക്കെ. യങ് പീപ്പിൾ ആൻഡ് സ്റ്റുഡൻസ് ആർ mobilized to conduct literacy classes, each on teach one programs and education for all program. Street plays, പിന്നെ സ്ട്രീറ്റ് യങ് പീപ്പിൾ സ്റ്റുഡൻസിന് നമുക്ക് മൊബിലൈസേഷൻ, ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുക, ഈച്ച് വൺ ടീച്ച് വൺ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാം. സ്ട്രീറ്റ് പ്ലേ നടത്താം. യുണൈറ്റഡ് വി ഹാൻഡ്, ഡിവൈഡഡ് വി ഫോൾ, കെയറിങ് ആൻഡ് ഷെയറിങ്, റെസ്പെക്ട് ഫോർ ഓൾ. അങ്ങനെ സ്ട്രീറ്റ് പ്ലേ നടത്തുക ഓരോരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ എ സ്ട്രോങ് കേസ് ക്യാൻ ബി മെയ്ഡ് ഫോർ പ്രൊവൈഡിങ് വാല്യൂ ബേസ്ഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻ ദ ഫോം ഓഫ് TV സീരീസ്, ഫിലിം സ്ട്രിപ്സ്, ഫിലിംസ്, അങ്ങനെ ഓരോ ഫിലിം, ഷോർട്ട് ഫിലിം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ട് പ്രോഗ്രാമിലൂടെ നമുക്ക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം. ഒരുപാട് പ്രോബ്ലംസൊക്കെ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ പ്രധാനപ്പെട്ട ടെക്നിക്സാണ്. പിന്നെ ആക്ഷൻ പ്ലാൻ പറയുന്നത് ഐഡൻറ്റിഫൈ സ്കൂൾസ് ഇൻ യുവർ നൈബർഹുഡ്. കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. തൊട്ടടുത്തുള്ള സ്കൂൾ കണ്ടെത്തുക. ഹു ആർ വില്ലിംഗ് ടു ജോയിൻ ഇൻ എനി സച്ച് പ്രോഗ്രാംസ് ആൻഡ് ഇൻവോൾവ് ദെയർ സീനിയർ സ്റ്റുഡൻസ് ടു കണ്ടക്ട് എ സർവേ ഓഫ് ദ ലോക്കൽസ് നീഡ്സ്. ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സീനിയർ സ്റ്റുഡൻസ് മുൻകൈ എടുക്കുക. പിന്നെ അതേപോലെ ഒരു ടീം ഉണ്ടാക്കുക, വളണ്ടിയേഴ്സിൻ്റെ ഡോർ ടു ഡോർ വിസിറ്റ് നടത്തുക. പിന്നൊരു എന്നിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക കുട്ടികൾക്ക് ഇതിനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച്. ഹെൽത്ത്, സാനിറ്റേഷൻ, ഇമ്മ്യൂണിറ്റി പ്രോഗ്രാംസൊക്കെ നടത്തുക. സ്ട്രീറ്റ് പ്ലേസ് നടത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട മീഡിയമാണ് മെസ്സേജസൊക്കെ കൺവേ ചെയ്യാൻ. അതേപോലെ തന്നെ ഗാർബേജ് ഡിസ്പോസൽ, വേസ്റ്റ് കോളനിയിൽ എങ്ങനെ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ കൊതുകുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാതിരിക്കാനും ഉള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ പാർക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനും എൻവയോൺമെൻറ്റ് ക്ലീൻ ആക്കാനും ഒക്കെ ഓരോ കോളനി മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുക. ഔട്ട്ഡോർ ഗെയിംസുകൾ ഓരോന്ന് ഓർഗനൈസ് ചെയ്യുക യങ് അഡൾട്ട്സിനൊക്കെ. പിന്നെ കമ്മ്യൂണിറ്റി ഗെറ്റ് ടുഗദർ പ്രോഗ്രാംസ് നടത്തുക, ഫെസ്റ്റിവൽസ് നടത്തുക. എല്ലാ പ്രധാനപ്പെട്ട റോളിലും ചെയ്യുന്ന വർക്കേഴ്സിനെ അവർക്കൊരു അംഗീകാരം നൽകുക, എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രോത്സാഹനം നൽകുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പാരൻസിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.
സോ ഇത് നന്നായിട്ട് പഠിക്കുക. ഗൈഡ് ലൈൻസ് ഫോർ പാരൻസ്, അല്ലെങ്കിൽ റോൾ ഓഫ് പാരൻസ്, ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.